ബമ്പർച്ചിയിലെ എവിനും കെവിനും എവിനെ കെവിനെ ഹായ് 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 ആരാധകരെ ശാന്തരാഗി നമ്മളെ മനസ്സിലാവുന്നുണ്ട് എന്തോ ആരാധകരാണ്. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഈ ഫാൻസിന്റെ എവിനും കെവിനും എവിനും കെവിനും എവിനും ഹായ് 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 ഹായ്. എടാ മൊണ്ണെ, അത് ടൂറിസ്റ്റ് ബസിന്റെ ഫോണ്. ഒരു സ്ഥലമുണ്ട്, നമ്മളെ ചേർത്തലയിലുള്ള കോഴി ഫാം നടത്തുന്ന ജോമി അളിയന്റെ വീട്ടിൽ പോയാലോ? അത് കൊള്ളാം, അത് കൊള്ളാലോ കളി. അടുത്ത പോലത്തെ വീടിന്റെ അടിയാ. അളിയാ, അതെ ഞങ്ങൾ ഒരു 4 ദിവസത്തേക്ക് അവിടെ കാണും കേട്ടോ. കട്ട് ചെയ്തിട്ട് പോയാ നമ്മൾ വരുന്ന ഇഷ്ടമില്ല ഇനിയും. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 എന്റെ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ബുക്കിംഗ് ആയി. തിരിച്ചു വിളിക്കുന്നു. ഹലോ അളിയാ, ചെന്നോന്ന്. ഓ സമ്മതിച്ചോ. അവിടെ കോഴിക്കാട്ടന്മാരായിരുന്ന ബംഗാളിയെ 4 ദിവസത്തേക്ക് പറഞ്ഞു വിട്ടെന്ന്. ഇനി എബിനും കെവിനും ഉണ്ടല്ലാന്ന്. എന്തൊരു അളിയനാ അത്. എന്റെ കയ്യിൽ അപ്പനും അമ്മയ്ക്കും അറിയാൻ മേലാത്തൊരു സിം ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതിന്ന് അപ്പനെ വിളിച്ചിട്ട് പറ ഇവനെയും കെവിനെയും കിഡ്നാപ്പ് ചെയ്തേക്കൊന്ന്. മനസ്സിലായില്ല. ടോൺ മാറ്റി സംസാരിക്കണം. ശരിയാ, അപ്പന്റെ അടുത്ത് ടോൺ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വോയിസ് എന്താന്ന് മനസ്സിലാവും. ഹലോ എടി നീനെ ഇവിടെ ഉണ്ട്, നീ പിന്നെ വിളി. അയ്യേ പൊന്നു ദൈവമേ, ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ഭാഗ്യവാനാണ്. അതെന്താ പുതിയ കണ്ടുപിടുത്തം? കാര്യം ഞാനിപ്പോ എന്തായാലും സിനിമ കയറി വലിയ സ്റ്റാർ ആവും. ഓൾ ദ ബെസ്റ്റ്. അപ്പോ എന്തായാലും നിനക്ക് എന്റെ അതേ മുഖച്ചായ ആയതുകൊണ്ട് നിന്നെ എന്തായാലും എന്റെ ഡൂപ്പായിട്ട് വിളിക്കും, ഉറപ്പാ. ഷുവർ ആയിട്ടുള്ള കാര്യാ. എന്നാ പല്ലുവനാണ്? നമ്മക്ക് രണ്ടുപേർക്കും ഒറ്റ അപ്പനായി പോയി. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചു. തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ച് പൊട്ടിക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. കെവിനെ, നമ്മക്കെന്നാലും ഈ കല ആരുടെന്നായിരിക്കടോ കിട്ടിയേ? ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പന്റെ നിന്നാണോ അതോ അമ്മയുടെ നിന്നാണോ? അമ്മ പറയണ ബമ്പർ അടിച്ച അമ്മയുടെ 5 അടിച്ച അപ്പന്റെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ബാക്കിയുള്ള സിനിമാ നടിമാരാണെങ്കിൽ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പ്രായം പറയൂല. പക്ഷെ നമ്മുടെ മഞ്ജു ആന്റി കഴിഞ്ഞ ആഴ്ച ഫ്ലോറിൽ കയറിയപ്പോ സ്വന്തം വയസ്സ് പറഞ്ഞു 20 വയസ്സ് കുറച്ച്. അത് നമുക്കെല്ലാം അറിയൂ.